നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള അഭിജിത്ത് ദിപ്കെ ഉടൻ തന്നെ ഇന്ത്യയിൽ എത്തി. നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വകുപ്പ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ശക്തമായി ദേശീയ തലത്തിൽ അലയടിപ്പിക്കാനും അതുവഴി ആ വകുപ്പിൽ ശുദ്ധികലശം നടത്താൻ വേണ്ടിയുള്ള നീക്കവുമാണ്. BJP എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി BJPയുടെ നേതാക്കൾ നടത്തുന്ന അസ്വസ്ഥപരമായിട്ടുള്ള അവരുടെ അസ്വസ്ഥത കൃത്യമായും സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്നുണ്ട് എന്നുള്ളതാണ്. CJP ഒരു വലിയ പ്രക്ഷോഭമായി ഒരു മാസ് അജിറ്റേഷനായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് ഇതിനോടകം തന്നെ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉദയം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റയിലും മറ്റുമായി വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ള, ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു സംരംഭമായി CJP മാറിയപ്പോൾ അഭിജിത്ത് ദിപ്കെ ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യൻ ജനാധിപത്യത്തിൽ BJP നടത്തുന്ന കളങ്കിതമായിട്ടുള്ള നീക്കങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ യുവാക്കളുടെ ഒരു കോമൺ പ്ലാറ്റ്ഫോമായി കോക്രോച്ച് ജനതാ പാർട്ടി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ മാറി എന്നുള്ളതാണ്. ആ കൃത്യമായിട്ടുള്ള നീക്കം BJPയെ ചെറുതായിട്ടൊന്നുമല്ല അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം BJPയെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പത്രസമ്മേളനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ പ്രതികരിക്കുന്ന വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് അഭിജിത്ത് ദിപ്കെ വലിയൊരു മാസ് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്നാണ്. BJPയുമായി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആം ആദ്മി പാർട്ടി പണ്ട് എങ്ങനെയാണോ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചത്, അതുപോലെയുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കണക്കാക്കേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പല കോണിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും നടത്തുന്നുമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്തെന്നാൽ CJP എന്നത് ഒരു പാർട്ടി സംവിധാനം എന്നും മൊത്തത്തിൽ പറയാൻ കഴിയില്ല. അതൊരു മാസ് അജിറ്റേഷൻ, ഒരു പ്രക്ഷോഭമാണ്. ഈ രാജ്യത്ത് അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പ്രതികരിക്കുന്ന നിരവധിയായ വ്യക്തികളെ മുൻനിരയിലേക്ക്, നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ അപരിഷ്കൃത നയം കാരണം വലിയ തോതിൽ സമൂഹത്തിൽ കൊടിയ ദുരിതം അനുഭവിക്കുന്നവർ അവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കാൻ, ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. കൃത്യമായി ജാതി സെൻസസും ഈ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകാൻ വേണ്ടിയുള്ള നീക്കമായിട്ടാണ് CJPയുടെ ഉദയം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് കോൺഗ്രസ് പോലും പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ CJPയുടെ നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് സശ്രദ്ധം മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അഭിജിത്ത് ദിപ്കെ പൊളിച്ചെഴുതുകയാണ്.